അമേരിക്കൻ ഐക്യനാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത്യാധുനിക മാരകായുധങ്ങൾ, അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ആർക്കും തകർക്കാൻ കഴിയാത്ത സാമ്പത്തിക കരുത്ത്, ഇതൊക്കെയാണെങ്കിലും ഇറാൻ എന്ന പശ്ചിമേഷ്യൻ ശക്തിക്ക് മുന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് പലപ്പോഴും കൃത്യമായ ചുവടുവയ്പ്പുകൾ നടത്താൻ സാധിച്ചിട്ടില്ല. അമേരിക്കയുടെ സൈനിക ബഡ്ജറ്റ് ഇറാന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ യുദ്ധം എന്നത് വെറും കണക്കുകൾ മാത്രമല്ല. അസാമാന്യമായ യുദ്ധമുറ അമേരിക്കയോട് നേരിട്ടൊരു യുദ്ധത്തിന് ഇറാൻ മുതിരില്ല. പകരം പ്രോക്സി യുദ്ധമുറകളാണ് അവർ പയറ്റുന്നത്. ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകൾ എന്നിവരിലൂടെ പശ്ചിമേഷ്യയാകെ അമേരിക്കൻ താൽപര്യങ്ങൾ തകർക്കാൻ ഇറാന് സാധിക്കുന്നു. ഇത് അമേരിക്കൻ സൈന്യത്തിന് വലിയൊരു തലവേദനയാണ്. പേർഷ്യൻ ഉൾക്കടലിലെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണ് ഉള്ളത്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗവും കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഒരു യുദ്ധമുണ്ടായാൽ ഈ പാത അടയ്ക്കാൻ ഇറാൻ ശ്രമിക്കും. ഇത് ലോക സാമ്പത്തിക രംഗത്തെ തകർക്കുകയും പെട്രോൾ വില കുത്തനെ കൂടുകയും ചെയ്യും. ഇത് അമേരിക്കയെ പിന്നോട്ടടിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം എടുത്ത പല തീരുമാനങ്ങളും ഇറാനെ തളർത്തുന്നതിന് പകരം അവർക്ക് കൂടുതൽ കരുത്തു നൽകുകയാണ് ചെയ്യുന്നതെന്നത് പല നയതന്ത്ര വിദഗ്ധരും നിരീക്ഷിക്കുന്നു. JCPOA എന്ന ആണവ കരാറിൽ നിന്നുള്ള പിന്മാറ്റവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. 2015 ഒബാമ ഭരണകൂടം ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്നും 2018 ട്രംപ് ഏകപക്ഷീയമായി പിന്മാറി. ഇത് അമേരിക്കയുടെ യൂറോപ്യൻ സഖ്യകക്ഷികളെ പോലും ചൊടിപ്പിച്ചു. കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും ഇത് ഇറാനെ വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നതിന് പകരം അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഒറ്റപ്പെടാനും ഈ തീരുമാനം കാരണമായി. പരമാവധി സമ്മർദ്ദം എന്ന പരാജയപ്പെട്ട തന്ത്രം സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കാം എന്നതായിരുന്നു ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇറാൻ ഇത് അതിജീവിക്കാനുള്ള ബദൽ മാർഗങ്ങൾ കണ്ടെത്തി. ചൈനയെ പോലുള്ള രാജ്യങ്ങളുമായി അവർ ബന്ധം ശക്തമാക്കി. ഉപരോധം സാധാരണ ജനങ്ങളെ ബാധിച്ചപ്പോൾ അത് ഭരണകൂടത്തിനെതിരെയുള്ള ജനവികാരത്തിന് പകരം അമേരിക്കയോടുള്ള വിദ്വേഷമായി മാറുകയാണ് ചെയ്തത്. 2020 തുടക്കത്തിൽ ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയെ ട്രംപ് ഉത്തരവിട്ട ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചു. ഇത് വലിയൊരു സൈനിക വിജയമായി ട്രംപ് ഉയർത്തിക്കാട്ടിയെങ്കിലും നയതന്ത്രപരമായി അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. ഇറാഖിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇല്ലാതാക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായി. ഇറാൻ ഇതിന് പകരമായി ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. അമേരിക്കൻ സൈനികർക്ക് നേരിട്ട് പരിക്കേറ്റ സംഭവങ്ങൾ ആദ്യം ട്രംപ് നിഷേധിച്ചെങ്കിലും പിന്നീട് അത് പുറത്തു വന്നു. ഇത് അമേരിക്കയുടെ തൊടാൻ പറ്റാത്ത ശേഷി എന്ന പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിച്ചു. ഒരു യുദ്ധമുണ്ടായാൽ നാറ്റോ രാജ്യങ്ങളുടെയോ മറ്റ് പ്രധാന സഖ്യകക്ഷികളുടെയോ പിന്തുണ ട്രംപിന് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ നയം അമേരിക്കയെ ലോകവേദിയിൽ ഒറ്റപ്പെടുത്തി. ഇറാനെതിരെ സൈനിക നടപടിക്ക് തുനിഞ്ഞാൽ അതിൽ പങ്കുചേരാൻ ബ്രിട്ടനോ ഫ്രാൻസോ ജർമ്മനിയോ തയ്യാറായില്ല. ഇത് ഇറാന് കൂടുതൽ ആത്മവിശ്വാസം നൽകി. അമേരിക്കയുടെ പക്കൽ അത്യാധുനിക വിമാനങ്ങൾ ഉണ്ടെങ്കിലും ഇറാന്റെ മിസൈൽ ശേഖരം ഭയപ്പെടുത്തുന്നതാണ്. സൗദി അറേബ്യയിലെ എണ്ണ കമ്പനികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ ഇറാന്റെ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും കൃത്യത ലോകം കണ്ടതാണ്. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന് സാധിക്കുമെന്ന ഭയം ട്രംപിനെ വലിയൊരു യുദ്ധത്തിൽ നിന്നും പിന്നോട്ട് വലിച്ചു. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ മറ്റൊരു പശ്ചിമേഷ്യൻ യുദ്ധത്തിനോട് ജനങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കോടിക്കണക്കിന് ഡോളറും ആയിരക്കണക്കിന് സൈനികരെയും നഷ്ടപ്പെട്ട അമേരിക്കൻ ജനതയ്ക്ക് മറ്റൊരു യുദ്ധം താങ്ങാനാവില്ല എന്നും ട്രംപിന് അറിയാമായിരുന്നു. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ട്രംപിന്റെ നീക്കങ്ങൾ പലപ്പോഴും ഇറാന്റെ മുന്നിൽ തടസ്സപ്പെട്ടു. ചുരുക്കത്തിൽ സൈനികമായ വലുപ്പമല്ല യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതെന്ന് ഇറാൻ തെളിയിച്ചു. ട്രംപിന്റെ നയതന്ത്രപരമായ അസ്ഥിരതയും സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെയുള്ള നീക്കങ്ങളും ഇറാന് ഗുണകരമായി. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാൻ കഴിയില്ലെന്നും അത് കൃത്യമായ നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും ട്രംപിന്റെ കാലഘട്ടം തെളിയിക്കുന്നു.